We are too late. I have a great pleasure to invite you once again here. We are too late to start our program. First, we are starting the program with Renga Puja. Renga Puja is doing by Anaga PS. Anaga PS, please welcome to the stage.
We believe that age is only a symptom, a number for the record that man cannot retire his experience, that he must use it responsibly and actively, and that he must be the paragon of perfect citizenship. Murigodi Legion family meet call to order. ഏറെ വൈകി ദീർഘമായ സ്വാഗത പ്രസംഗം മുതിരുന്നില്ല. മെരിങ്ങോടി സെൻട്രൽ സീനിയർ ചാമ്പറിനെ സംബന്ധിച്ചിടത്തോളം വളരെ ചുരുങ്ങിയ കാലഘട്ടം, ഏതാണ്ട് 6 മാസക്കാലം കൊണ്ടാണ് നമ്മൾ ഈ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുന്നത്. ചാരിറ്റി പ്രവർത്തനങ്ങൾ ഒട്ടനവധി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇന്ന് ഈ പരിപാടി സംഘടിപ്പിച്ചതിൽ നമ്മുടെ മെമ്പർമാരുടെ പങ്കാളിത്തം അല്പം കുറവുണ്ട്. അതുപോലെ തന്നെ അവരുടെ കുടുംബങ്ങളും കുറവാണ്. എന്നാലും ഈ വൈകിയ വേളയിൽ ദീർഘമായൊന്നും തന്നെ സംസാരിക്കാതെ എൻ്റെ കർത്തവ്യത്തിൽ കിടക്കുകയാണ്. സീനിയർ ചാമ്പർ മുരിങ്ങോട് ലീജിയൻ്റെ ഏറെ ബഹുമാനപ്പെട്ട ട്രഷറർ ശ്രീ മോഹൻദാസാണ്. അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് സ്റ്റേജിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ സീനിയർ ചാമ്പർ മുരിങ്ങോടി ലീജിയൻ്റെ ഏറെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ശ്രീ ബാബു ജോസ്, സീനിയർ ബാബു ജോസ്, അദ്ദേഹത്തെ ഈ യോഗത്തിൽ ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ള സീനിയർ ചാമ്പർ ഇന്റർനാഷണൽ വൈസ് പ്രസിഡന്റ് ശ്രീ ഹുസൈൻ ഹൈക്കടി, അദ്ദേഹം വളരെ ദൂരെ നിന്ന് കർണാടകയിൽ നിന്ന് നമ്മെ അഭിസംബോധന ചെയ്യാൻ വേണ്ടി ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഇതിൽ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹം വളരെ താമസിച്ചു പോയി, 1 മണിക്കൂർ ട്രെയിനിൽ നിന്ന് താമസിച്ചു പോയതാണ്. നമ്മൾ 6 മണിക്ക് പരിപാടി തുടങ്ങേണ്ടതായിരുന്നു. നമുക്ക് അദ്ദേഹത്തിൻ്റെ ആ താമസത്തിൽ നമുക്കൊക്കെ പ്രയാസമില്ല. നമുക്ക് നമ്മുടെ പരിപാടി താമസിച്ചുള്ള പ്രയാസം മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള കുറ്റമല്ല എന്നതുകൊണ്ട് തന്നെ നമുക്ക് മറ്റൊന്നും പറയാനില്ല. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സീനിയർ ഹുസൈൻ ഹൈദരിയെ ഞാൻ ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ മുഖ്യാതിഥിയായിട്ട് ഇവിടെ എത്തേണ്ടത് ശ്രീ രാമചന്ദ്രൻ KK ആയിരുന്നു. അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട ഒരു തിരക്കുകൊണ്ട് അദ്ദേഹത്തിന് എത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല. അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് ഞാൻ ഹാർദമായി അദ്ദേഹത്തിന്റെ അഭാവത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. മറ്റൊന്ന് നമ്മുടെ ബെന്നി സാറാണ്. നമ്മുടെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് നേതൃത്വം വഹിക്കുന്ന നാഷണൽ കോർഡിനേറ്ററാണ്, നാഷണൽ ഡയറക്ടറാണ്. അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് സീനിയർ ബെന്നി സാറെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തത് നമ്മുടെ സീനിയർ മനോജ് താഴെപ്പുല്ലാണ്. അദ്ദേഹം നാഷണൽ കോർഡിനേറ്ററാണ്. അദ്ദേഹത്തെ ഈ യോഗത്തിലേക്ക് സീനിയർ മനോജിനെ ഞാൻ ഈ യോഗത്തിലേക്ക് ഭാഗമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ ആദരവേറ്റുവാങ്ങാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ശ്രീ സീനിയോറിറ്റി
നമ്മൾ രൂപീകരിച്ചിട്ട് ഇതുവരെ പരിപാടി നടത്തിയിട്ടില്ല. നമ്മളിതിന്റെ യോഗം ആദ്യമായിട്ട് പങ്കെടുക്കുന്നതാണ്. സോറി, ടീച്ചർ ഈ യോഗത്തിലേക്ക് ഭാഗമായി സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഇവിടെ ആദരിക്കുന്ന ശ്രീ വി എൻ പത്മനാഭൻ, അതുപോലെ തന്നെ കെ എസ് ശശാങ്കൻ, അതുപോലെ തന്നെ ജനൻ മാസ്റ്റർ, ലെനി റോക്കി, ഷിജോ, ദീപേഷ് തുടങ്ങിയിട്ടുള്ള ഇവിടെ കുട്ടികൾക്ക് മൊമെന്റോ ഒക്കെ പറ്റാൻ വേണ്ടി കുട്ടികൾ ഉൾപ്പെടെ ഇവിടെ എത്തിച്ചതുകൊണ്ട് എല്ലാവരും, അതോടൊപ്പം തന്നെ ഈ സീനിയർ നമ്മുടെ ഒരുപാട് സെൻട്രൽ റീജിയന്റെ എല്ലാ കുടുംബാംഗങ്ങളെയും മറ്റുള്ള ശ്രീ കെ ടി ഉൾപ്പെടെയുള്ള എല്ലാവരെയും ഈ യോഗത്തിലേക്ക് ഭാഗമായി സ്വാഗതം ചേർന്നുകൊണ്ട് ഈ യോഗ നടപടികൾ നേതൃത്വത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട സീനിയർ ഒരുപാട് സെൻട്രൽ റീജിയന്റെ പ്രസിഡന്റ് ശ്രീ ബാബു ജോസ് അവരുടെ ക്ഷണിക്കുകയാണ്. ಹುಸೇನ್ ಹೈಕಳಿ ಸರ್ ನಮಸ್ಕಾರ. ಭಾರತ ನಿಂದು ಕರ್ನಾಟಕದಲ್ಲಿ ಮುಖ್ಯ ಅತಿಥಿಯಾಗಿ ಬಂದಿದ್ದ ನಿಮಗೆ ಈ ಕಾರ್ಯಕ್ರಮಕ್ಕೆ ತುಂಬ ಧನ್ಯವಾದಗಳು. ನಾವು ಇನ್ವೈಟ್ ಮಿಸ್ಟರ್ ರಾಜೇಶ್ ಟು ಇಂಟ್ರೊಡ್ಯೂಸ್ ಅವರ್ MVP. സദസ്സിലിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും നമസ്കാരം. അത് പറയേണ്ടത് MVP. Good evening, everybody. Today I am meeting introducing our Senior Chamber International National Vice President Hussein Haikadi. Hussein Haikadi, elected as a National Vice President on Senior Chamber International. Senior Chamber International has elected Kundapur SCI region Hussein Haikadi as the National Vice President at the National Conference held in Kannur, Kerala. He started a new era as the founder president of JCI Kundapur city and brought JCI to the top in Kundapur again. Vice Chairman of Alumni Club of Zone is at the President of Zone 50 East National Coordination of Indian JC Namma Nada Okkuta Organization Secretary of his Central Committee. Ex-President of Protect Club Kundapur, Haikadi Juma Masjid as ex-President, Present Secretary of NMO Community Center, Working President of JDS Kundapur constituency, among the other service organization, was recognized to the status of service social sector. During the Corona period, he arranged meals for about 15,000 people in cooperation with the JCI Kundapur city and created a new sensation by distributing masks to 7,000 people. 5,000 houses were given daily necessaries and once again touched humanity. Hussein Haikadi attracted everyone's attention as a son of the heart of Udupi district by going from house to house to give the required medicines. He contributed to the society by donating blood, helping poor people with home marriage, training program for students, health awareness and other social services. Bearing the good of all, he has won the heart of all by his social work in the taluk as a social worker without caste, religion and creed discrimination. Thank you, sir. ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു. ഒരു 2 പേരെങ്കിലും ഇന്നത്തെ മീറ്റിങ്ങിൽ വോട്ട് ചെയ്യിക്കേണ്ടതായിരുന്നു, മെമ്പർമാരെ കൂട്ടേണ്ടതായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. അത് ഞങ്ങൾ ചിന്തിച്ചില്ല എന്നൊരു സത്യമാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ നിർദ്ദേശം
അതുപോലെ നാഷണൽ വൈസ് പ്രസിഡന്റ് വരുമ്പോൾ അദ്ദേഹത്തിനുള്ള ബഹുമാനവും പ്രകടിപ്പിക്കുന്നതിന് വേണ്ടി ഒരു മെമ്പർ ഞങ്ങളിവിടെ ഓർത്തെടുക്കുകയാണ്. ശ്രീ ജനാർദ്ദനൻ ജനാർദ്ദനല്ല ജനൻ മാസ്റ്റർ, അദ്ദേഹത്തെ സഹർഷം സ്വാഗതം ചെയ്യുന്ന അദ്ദേഹത്തിന് വോട്ട് കൊടുക്കുന്നതിന് വേണ്ടി നാഷണൽ വൈസ് പ്രസിഡന്റിനെ സാദരം ക്ഷണിക്കുന്നു. I do solemnly promise that I shall faithfully serve the Promet of Senior Chamber International and shall at the all uploads it is ideals and principles. Thank you. സീനിയർ ചേംബർ ഇന്റർനാഷണൽ കുരുങ്ങോടി സെൻട്രൽ റീജിയൻ പുതിയ മെമ്പറായി ശ്രീ ജനൻ മാസ്റ്റർ പ്രഖ്യാപിച്ചിരിക്കുന്നു. Next to do the address. Thank you. Chairman, Senior Babu Jus, Secretary Subhash Babu, Treasurer Senior Mohan Das. I just brief what you said. Just a few words I will brief them. സാറ് ഇപ്പം പറഞ്ഞത് കണ്ണൂരിൽ വന്നിട്ട് രാവിലെ വന്നിട്ട് എന്താ ചെയ്യാന്ന് വിചാരിച്ചിട്ട് ഞാൻ മാറി നിൽക്കുകയായിരുന്നു. അങ്ങനെയാണ് വൈകുന്നേരം ഇവിടെ വന്നത്. ഇപ്പം എനിക്ക് അതൊരു വലിയ നഷ്ടമായിട്ടാണ് തോന്നുന്നത്. കോളയാടും പിന്നെ കാക്കിക്കാടുള്ള റീജിയന് അടുത്തടുത്താണ് ഉള്ളത്. അപ്പോൾ എനിക്ക് അതൊക്കെ വിസിറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. പിന്നെ അതേപോലെ ഇവിടെ വന്നപ്പം PPF എടുക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഇദ്ദേഹത്തിന് ഏൽപ്പിച്ചിട്ടുണ്ട്. പിന്നെയുള്ളത് പിന്നെ ഇദ്ദേഹത്തിൻ്റെ വീട് കുന്താപ്പുരം പറഞ്ഞ സ്ഥലത്ത് അവിടുന്ന് 40 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ മൂകാംബിക ക്ഷേത്രത്തിലേക്ക്. അവിടെ നിങ്ങൾ ഏത് സമയത്ത് വന്ന് വിളിച്ചു കഴിഞ്ഞാലും സാറ് നിങ്ങൾക്ക് അക്കോമഡേഷനും അവിടെ ഡയറക്റ്റ് കയറാൻ ഉള്ളിലേക്ക് ക്യൂ ഒന്നും നിൽക്കാതെ ഡയറക്റ്റ് കയറാനുള്ള സൗകര്യങ്ങൾ വരെ ഒരുക്കി തരും. അതുപോലെ തന്നെ റീജിയണൽ കോൺകോഴ്സ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ബത്തേരി പോയത് ഇപ്രാവശ്യം ഇവരുടെ സ്ഥലത്താണ്. അത് ഒരു ദിവസം നേരത്തെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃഷ്ണ ടെമ്പിളിലും പോകാൻ പറ്റും, മൂകാംബികയിലും പോകാൻ പറ്റും. അന്ന് അവിടെ ഹോൾട്ട് ചെയ്ത് പിറ്റേ ദിവസം അവിടെ കോൺകോഴ്സിൽ പങ്കെടുത്തിട്ട് നിങ്ങൾക്ക് തിരിച്ചു വരാൻ വേണ്ടി കഴിയും. അപ്പോൾ ഇവിടെ വളരെ സന്തോഷം എനിക്ക് എല്ലാവരെയും കണ്ടതിൽ. വളരെ നല്ലൊരു സീനിയോറിറ്റി ടീമാണ് ഇവിടെ ഉള്ളത്. ഒരുപാട് പരിപാടികളൊക്കെ അവതരിപ്പിക്കണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പം സാറിൻ്റെ പ്രസൻസ് നമ്മളെയും ഒരുപാട് സന്തോഷിപ്പിച്ചു. താങ്ക് യു സർ. Our seniority president teacher to do some words. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന ബഹുമാന്യരായ വ്യക്തിത്വങ്ങളെ, അതുപോലെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിട്ടുള്ള നമ്മുടെ അതിഥികളെ, അതുപോലെ നല്ല മാർക്കോടുകൂടി ഉന്നത വിജയം നേടി സമ്മാനം ഒക്കെ വാങ്ങിക്കാൻ വേണ്ടി വന്നിട്ടുള്ള കുട്ടികളെ എല്ലാവരെയും സന്തോഷത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ സീനിയോറിറ്റി പ്രസിഡൻ്റായിട്ട് പിന്നെ ഭാരവാഹിത്വം ഏൽക്കാൻ വേണ്ടിയിട്ട് എന്നോട് പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ടാണ് പറഞ്ഞത്. എനിവേ ഇത്രയും വലിയൊരു ഉത്തരവാദിത്വം എന്നെ ഭരമേൽപ്പിച്ചതിന് അതിയായ സന്തോഷമുണ്ട്. എൻ്റെ ഉത്തരവാദിത്തത്തെക്കുറിച്ച് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. എന്നാൽ ആവും വിധം ഞാൻ സാധിക്കുന്നിടത്തോളം കാര്യങ്ങൾ ചെയ്തു കൊള്ളാം. നമ്മുടെ സാധാരണ പറയുന്നത് നമ്മുടെ 50 വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാലാണ് നമുക്ക് ധാരാളം 50 വർഷം നമ്മൾ സമൂഹത്തിൽ ചെയ്യുന്നതിനേക്കാൾ ഇരട്ടി കാര്യങ്ങൾ അതിനുശേഷം നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും എന്നാണ് പറയാറുള്ളത്. എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നത്രയും കാര്യങ്ങൾ ചെയ്യുന്നതാണ്. അതുപോലെ ഹുസൈൻ സാറിൻ്റെ പിന്നെ ബയോഡേറ്റ കേട്ട് കഴിഞ്ഞപ്പോൾ സത്യത്തിൽ ഞാൻ ഞെട്ടിപ്പോയി. സാറ് സമൂഹത്തിന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞ് എണ്ണിയാൽ ഒടുങ്ങാത്തത്രയും കാര്യങ്ങളാണ്. 5000 കുടുംബങ്ങളെയൊക്കെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ആ ഒരു രീതിയിൽ ആ ഒരു കാര്യം കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് സത്യത്തിൽ അല്പം ഞെട്ടലാണ് ഉണ്ടായത്. അതിൻ്റെ ഒരു 5% കാര്യങ്ങൾ സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ സാധിക്കുമോ എന്ന് എനിക്കറിയില്ല. ഇനി ഞാൻ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നിടത്തോളം ചെയ്തുകൊള്ളും. അതുപോലെ ബെന്നി സാറ് പറഞ്ഞതിൽ എനിക്ക് ചെറിയൊരു കറക്ഷൻ പറയാൻ തോന്നുന്നുണ്ട്. നമ്മൾ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യും. നമുക്ക് പണം ഉണ്ടായതുകൊണ്ടല്ല, ധാരാളം സമ്പന്നന്മാർ നമുക്ക് ചുറ്റും ഒരുപാട് പേരുണ്ട്. പക്ഷേ അവരാരും ഇത്രയധികം ഹുസൈൻ സാറിനെ പോലെ സമൂഹത്തിന് വേണ്ടി ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. നമ്മുടെ ആറ്റിറ്റ്യൂഡാണ് നമ്മൾ മാറ്റേണ്ടത്.
നമ്മുടെ ആറ്റിറ്റ്യൂഡ് എത്ര നല്ലതാണോ അതിനനുസരിച്ചാണ് നമ്മൾ സമൂഹത്തിന് വേണ്ടി സേവനങ്ങൾ ചെയ്യുക. I think it is our attitude that compel we people to do something for the society. I think our Hussain sir's attitude is what could I say? We cannot explain that much of that is his attitude. I think that's why he's doing so many things for the society. അതാണ് എനിക്ക് പറയാനുള്ളത്. അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ്, സമീപനം, മറ്റുള്ളവരോടുള്ള സമീപനം, സമൂഹത്തോടുള്ള സമീപനം വളരെ വലുതാണ്, മഹത്തരമായിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് അദ്ദേഹം ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരോടും, സീനിയോറിറ്റി അംഗങ്ങളായിട്ടുള്ള എല്ലാവരോടും എനിക്ക് പറയാനുള്ള കാര്യം അത് തന്നെയാണ്. നല്ല ആറ്റിറ്റ്യൂഡ് വളർത്തിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. നമ്മുടെ നേതാക്കന്മാരൊക്കെ അങ്ങനെയുള്ള ആളുകളാണ്. അവരിൽ നിന്നൊക്കെ നമുക്ക് ഇൻസ്പിറേഷൻ ലഭിക്കട്ടെ. ഞാൻ ഓൾറെഡി ഇപ്പോൾ ഈ അദ്ദേഹത്തിൻ്റെ ഹുസൈൻ സാറിൻ്റെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ചെറിയൊരു ഇൻസ്പിറേഷൻ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. എനിവേ, താങ്ക് യു സർ, താങ്ക് യു ഫോർ യുവർ പ്രസൻസ്. താങ്ക് യു. Function of the day, honoring our two veteran people. I invite our MVP sir to honor our two artists on the stage. First, I invite Papata. Ba. നമുക്ക് വലിയൊരു കയ്യടി കൊടുത്ത് ഈ ഇദ്ദേഹത്തെ ആദരിക്കാം. താങ്ക് യു പപ്പട്ട. പപ്പട്ടിനെ സംസാരിക്കാൻ ക്ഷണിക്കാം. നമ്മൾ ആദരവ് ഓരോരുത്തർക്ക് കൊടുക്കട്ടെ. രണ്ടാമത് നമ്മുടെ പ്രിയങ്കരനായ ശശാങ്കേട്ടൻ വില്ലടിച്ച പാട്ട്, അദ്ദേഹത്തിൻ്റെ ആ കഴിവ്, അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ എല്ലാവരുടെയും കഴിവ് എനിക്ക് നേരിട്ട് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ പാട്ടുകളൊക്കെ ഇന്ന് എനിക്ക് ഓർമ്മയുണ്ട്. അത് നമുക്ക് നഷ്ടപ്പെടാതെ നമുക്ക് സൂക്ഷിക്കണം. സീനിയർ ഹുസൈൻ ഹൈക്കാടി സാർ, പ്ലീസ് ഡു ദ ഓണർ. Thank you, Sasha. Simple and very energetic in action. Okay. Thank you. To invite our Manoj. He was the sponsor, president of Peramur, and he is now elevated to director of coordinator of Senior Chamber International. Welcome, Mr. Manoj sir. Now I have the chance to introduce our active, energetic and enthusiastic leader, the founder president of Iriti Legion, and now he was elevated as director of regional, director of Senior Chamber International. Welcome sir, please take your seats. And now I would like to introduce our President Babu Jose. He was very energetic and aesthetic, and he is very simple and doing so many activities in the public society. Welcome sir, please be in the dais. Now I have immense pleasure to invite our guest of honor, K.K. Ramayathan sir, to the dais. Sorry, he is not in the list. I would like to invite our chief
guest, MVP Hussein Haikadi sir. Welcome sir. You are visited here from the long way from Karnataka. The Payanamur Legion wholeheartedly welcome to you sir. Now I invite our secretary to adorn the column to the president. Today only our senior president has arrived here. I welcome senior president also to the dais. Teacher. We have immense pleasure to invite our senior president teacher. Today we decided to installation of senior also they are too busy schedule in Dubai. Now I invite our secretary to do their welcome speech. ഈ കല ശീലിച്ചുകൊണ്ടിരുന്നതാണ്. പലതിലും പല സ്ഥലത്തും കൊണ്ട് ഈ പരിപാടികൾ അവതരിപ്പിച്ച് എൻ്റെ അച്ഛൻ പഠിപ്പിച്ചതാണ്. എൻ്റെ സഹോദരന്മാർ രണ്ടാളുണ്ടായിരുന്നു. അവരെ രണ്ടുപേരും മരണപ്പെട്ടു. ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ കല കുറച്ച് കാലമായിട്ട് ഇതിങ്ങനെ ഒരു കുടത്തിൽ ഒതുങ്ങി കിട്ടിയ മാതിരികൾ ഇങ്ങനെ കിടക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ സുഹൃത്തുക്കളായ എന്നെ വന്ന് കണ്ട് ഉപ്പായിട്ട് ഇങ്ങോട്ട് വരണം, ഇതിനെ നമുക്കൊന്ന് പൊടിതട്ടിയെടുത്ത് ചെറുപ്പക്കാരെ ചെറിയ മക്കൾക്ക് അത് പകർന്നു കൊടുത്ത് ഇത് നശിച്ചു കൂടാതിരിക്കാൻ വേണ്ടി അത് ചെയ്യണമെന്ന് പറഞ്ഞ് അങ്ങനെ അത് എന്നെ ഇവിടെ വിളിച്ചു വരുത്തി ഈ ആദരവൊക്കെ തന്നു. ഇതിന് എന്താ എത്രയാണ് നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ഇത്രയും നല്ല ഒരു പ്രവൃത്തിയാണ് ഇവർ ചെയ്തിട്ടുള്ളത്. ഈ ഇവിടെ ഈ കണ്ണൂർ ജില്ലയിൽ ഇപ്പോൾ ഈ കല കൊണ്ട് നടക്കാതെ എന്ന് മാത്രം പറയും. കൊണ്ട് നടക്കാതെ ഇപ്പം ഞാൻ മാത്രമേ ഉള്ളൂ. പിന്നെ കലാമണ്ഡലത്തിൽ നിന്ന് പഠിച്ച് വന്നവർ ഒരു പയ്യനൊക്കെ ഉള്ള പുത്തൂറമ്പിൽ അവനിപ്പോൾ ഇടയ്ക്ക് കലാമണ്ഡലം നടത്തുന്നുണ്ട്. പിന്നെ എൻ്റെ അഞ്ചനായ ഇവിടെ കൊയിലാണ്ടി മുജികൊണ്ട് പറഞ്ഞ സ്ഥലത്ത് അവരിപ്പോൾ ഈ കലകൊണ്ട് നടക്കുന്നുണ്ട്. അവർ റേഡിയോ പരിപാടികളും ഇതെല്ലാം ഇങ്ങനെ കൊണ്ട് നടക്കുന്നു. അവരിപ്പോൾ ഇങ്ങനെ ഇതായിട്ട് നടക്കുന്നു. ഞാനും എൻ്റെ അച്ഛനുള്ള സമയത്ത് 14 വർഷം ആകാശവാണിയിൽ പരിപാടി നടത്തി ഇങ്ങനെ ജീവിച്ചു പോകുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ എന്ന് വെച്ചാൽ ഇത് ഒന്നുമില്ല, ഞാൻ മാത്രമേ ഉള്ളൂ. അത് ഇവരെല്ലാം സഹായത്തോടു കൂടി ഒന്ന് കുഴിതട്ടി എടുക്കണമെന്നുള്ളൊരു ആഗ്രഹമുണ്ട്. ഇവർ പറയുന്നത് പോലെ ഇത് സഹായങ്ങൾ ചെയ്യാൻ ഞാൻ തയ്യാറാണ്. ഇത്ര മാത്രമേ ഇത് പറയാറുള്ളൂ. സംസാരിക്കാൻ വേണ്ടി വിളിക്കാം. വ്യക്തികളെ കാര്യം കുറച്ച് പ്രായോഗികതയുണ്ട്. കൂടുതൽ നിങ്ങളിലേക്ക് സംസാരിക്കാനായിട്ടുള്ള ഒരു കപ്പാസിറ്റി ഇപ്പോൾ നിലവിലില്ല. എങ്കിലും ഈ കല എന്ന് പറഞ്ഞാൽ ഈ വില്ലടിച്ചാൻ പൊട്ടെന്ന് പറയുന്ന ഈ ഒരു നാടൻ കല, അത് എൻ്റെ അച്ഛനുണ്ടായിരുന്ന കാലഘട്ടത്തിൽ എല്ലാവർക്കും അറിയപ്പെട്ടക്ക രീതിയിൽ വിശുദ്ധമായിട്ട് ഒരുവക കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇത് അവതരിപ്പിച്ച് ഉള്ളിലേയും പ്രശസ്തിയൊക്കെ ആർജിച്ചതാണ്. കോഴിക്കോട് പിന്നെ നിലയത്തിൽ ഞങ്ങളിത് ഈ പരിപാടി അവതരിപ്പിച്ചു. അവിടെ നിന്ന് ഞങ്ങൾക്ക് സിലോണിലേക്ക് സെൻറ്ററും കിട്ടി. അപ്പോൾ അന്ന് നോക്കുമ്പോഴത്തേക്ക് അച്ഛനെന്നിട്ടൊക്കെ അസുഖമായി. അങ്ങനെ അതെല്ലാം പുള്ളിയുടെ കാലശേഷം നിർജ്ജീവമായിട്ട് നിന്നിട്ട് എന്നാൽ കഴിയുന്ന വിധത്തിൽ ഒരു 2, 3, 4 സ്റ്റേജും അവതരിപ്പിച്ചു.
അവതരിപ്പിച്ചു. ഇപ്പോൾ അതിനുള്ള ത്രാണിയില്ല. എങ്കിലും ഇനിയിപ്പോൾ വളർന്നു വരുന്ന ഒരു തലമുറയ്ക്ക് നമുക്ക് ഏറ്റവും മുഖ്യമായതും നമുക്ക് ഒരു പ്രദായകമായ ഒരു കലയാണ് ഈ പറഞ്ഞ മില്ലറ്റ് ചാമ്പട്ട്. അതിനെ കൃത്യമായ രീതിയിൽ അവതരിപ്പിക്കുവാൻ കപ്പാസിറ്റിയുള്ള ചെറിയ പിള്ളേർ ഇന്ന് നിലവിലുണ്ട്. അവരെ വളർത്തിയെടുത്ത് അവരെ ഈ കലയിലേക്ക് ഉത്തേജനം കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നാൽ കഴിയുന്ന എന്ത് സഹായം വേണമെങ്കിലും ചെയ്തു കൊടുക്കാം. പക്ഷേ ഈ ഒരു കാര്യമാണ്, എന്തായാലും ഈ രണ്ട് കലകളെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് അതിന് മുന്നിട്ടിറങ്ങിയിരിക്കുന്ന നമ്മുടെ മോഹൻദാസിനെ സ്തുതിക്കാതെ ഒരു തരത്തിലും നിർവാഹമില്ല. കാര്യം നിർജ്ജീവമായി പോകുന്ന ഒരു കലയാണ്. അതിനെ ഉത്തേജിപ്പിച്ച് ഇനിയും ജനമനസ്സുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സന്മനോഭാവവും ആ ഒരു എന്താണ് അതിന് പറയേണ്ടതെന്നുള്ളത് എനിക്ക് ഇപ്പോൾ പെട്ടെന്ന് കിട്ടുന്നില്ല. പക്ഷെ അദ്ദേഹത്തിന് ബഹുമാനിക്കാതിരിക്കാൻ പറ്റില്ല. കാര്യം അദ്ദേഹത്തിൻ്റെ ആ പ്രോത്സാഹനം കൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ഈ നാട്ടിൽ ഈ മുരിങ്ങോടി ഈ രണ്ട് കലകളും ഈ പറഞ്ഞ തുള്ളകളിയും അതോടൊപ്പം ഈ മില്ലറ്റ് ചാമ്പാട്ടും ഇവിടെയുള്ള വളർന്നു വരുന്ന തലമുറയിലേക്ക് എത്തിച്ചു കൊടുത്ത് അവരെ കൊണ്ട് ഇവിടെ സ്റ്റേജ് പ്രോഗ്രാം നടത്തി അത് വീണ്ടും ഒരു പ്രസിദ്ധിയിലേക്ക് എത്തിക്കാൻ ഇടവരുത്തട്ടെ ഈശ്വര എന്നുള്ള ഒരു പ്രാർത്ഥനയോടുകൂടി ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ഇന്നിവിടെ ഓർത്തെടുത്ത നമ്മുടെ പ്രിയ സുഹൃത്ത് ജനൻ 2 വാക്ക് സംസാരിക്കാൻ വേണ്ടി ക്ഷണിക്കുന്നു. എൻ്റെ സുഹൃത്ത് മോഹൻദാസ്, അതുപോലെ സുഭാഷ് മാസ്റ്റർ, ബാബുട്ടൻ, ഹുസൈൻ സാർ, ഈ സീനിയർ ചേംബറിൽ അംഗമായതിൽ ഒരുപാട് സന്തോഷം. അടുത്ത പ്രാവശ്യം നന്നായിട്ട് സംസാരിക്കാം. ഓക്കെ, താങ്ക് യു. പരിപാടിയിലെ അവസാനത്തെ ഇനം ഏറ്റവും മഹത്തരമായിട്ടുള്ള ഇനമാണ്. നമ്മുടെ MVP ആദരിക്കുന്ന ചടങ്ങാണിത്. അദ്ദേഹത്തെ നമുക്ക് എല്ലാവർക്കും നല്ലൊരു കയ്യോടുകൂടി ആദരിക്കാം. എഴുന്നേറ്റ് നിൽക്കണം. അതായിട്ടില്ല, നമ്മൾ സെറ്റ് ചെയ്യട്ടെ. ഇല്ലാത്തതുകൊണ്ട് അത് നമ്മൾ സീനിയറിൻ്റെ ഇൻസ്റ്റലേഷൻ പ്രോഗ്രാമിൻ്റെ അന്നത്തേക്ക് വെച്ചിരിക്കുകയാണ്. നമ്മൾ ക്ഷണം സ്വീകരിച്ച് ഇവിടെ ഗിത്താർ മാഷ് ദീപേഷ് സാർ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ സ്റ്റേജിലേക്ക് ക്ഷണിച്ച് 2 ആശംസ പറയാൻ വേണ്ടി ക്ഷണിക്കുകയാണ്. ദീപേഷ് സാർ. ഇദ്ദേഹത്തെ ആദരിക്കാൻ വേണ്ടി ബെന്നി സാറെ സംസാരിക്കാൻ അറിയില്ല. സ്റ്റേജിൽ ഇതുവരെ ഇവിടെയുണ്ട്. സീനിയറിൻ്റെ ട്രഷറാണ്. അദ്ദേഹത്തെ 2 വാക്ക് പറയാൻ വേണ്ടി ക്ഷണിക്കുകയാണ് സ്റ്റേജിലേക്ക്. അവരുടെ കൂട്ടായ പ്രവർത്തനത്തിലൂടെ ഈ നമ്മുടെ ഈ രീതിയെ വളർത്തിയെടുക്കാൻ വേണ്ടി സാധിക്കും. ആശംസ പറയാൻ ചന്ദ്രപതി ടീച്ചറെ ക്ഷണിക്കുന്നു. ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ ഹുസൈൻ സാർ, വേദിയിലിരിക്കുന്ന ആരാധ്യരായ എല്ലാവർക്കും, മുന്നിലിരിക്കുന്ന നമ്മുടെ എല്ലാ മെമ്പർമാർക്കും, ഇവിടെ ഉന്നത വിജയം നേടി ഇവിടെ എത്തിച്ചേർന്ന വിദ്യാർത്ഥികൾക്കും എല്ലാവർക്കും എൻ്റെ പ്രണാമം. നമ്മുടെ വളരെ ഭംഗിയായി കാര്യങ്ങൾ നടന്ന് അംഗസംഖ്യ കുറച്ച് കുറഞ്ഞുപോയി എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടെ സമ്മാനങ്ങൾ ഏറ്റുവാങ്ങിയ ആദരവ് ഏറ്റുവാങ്ങിയ കുഞ്ഞുങ്ങളോട് എനിക്ക് പറയാനുള്ളത്, അവര് ഈ ആദരവ് അവരിൽ ഉത്തരവാദിത്വം കൂട്ടുകയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടെന്നാൽ അവരെ ഇനിയും അത് നിലനിർത്തിക്കൊണ്ടു പോകേണ്ടിയിരിക്കുന്നു. ഉത്സാഹിച്ച് പഠിക്കുക. മത്സരം നല്ലതാണ്, പക്ഷെങ്കിൽ ആരോഗ്യകരമായ മത്സരത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോവുക. മുതിർന്നവരെ അല്ലെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾ പറയുന്നത് അനുസരിക്കുക, വഴി മാറിപ്പോകാതിരിക്കുക, ശ്രദ്ധിക്കുക. വളരെ നന്നായി പഠിച്ച് മുന്നേറുക. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം. എല്ലാവരും പുറകോട്ട് നിന്നോ, അങ്ങോട്ട് നിന്നോ, അതിൻ്റെ പുറകിൽ പോയിക്കാം.
ബെന്നി സാർക്ക് ആദരവ് കൊടുക്കാൻ വേണ്ടി ഷാജിയെ ക്ഷണിക്കുന്നു. മനോജിന് ആദരവ് കൊടുക്കാൻ വേണ്ടി നാരായണേട്ടനെ ക്ഷണിക്കുന്നു. യൂണിവേഴ്സിറ്റിയുടെ പ്രസിഡന്റ് ടീച്ചർക്ക് ആദരവ് കൊടുക്കുന്നതിന് വേണ്ടി ചന്ദ്രമതി ടീച്ചറെ ക്ഷണിക്കുന്നു. നമ്മുടെ പരിപാടിയുടെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അതിൽ ഒരു മധുരമനോഹരമായ ഒരു ഗാനം കേട്ട് നമുക്ക് വോട്ട് ഓഫ് താങ്ക്സിലേക്ക് പോകാം. കലാമയിയുടെ ഒരു ലളിതഗാനം. ഫുൾ A+ for SSLC. Next, Akshay A. Thomas, BSc IT, Mahatma Gandhi University, 4th rank. നമ്മുടെ മെമ്പറായിട്ടുള്ള ശ്രീ ഷാജിയുടെ റിലേറ്റീവാണ്. അവർക്ക് വേണ്ടി ഷാജി കൈപ്പറ്റുകയാണ്. അടുത്തത് SSLC ഫുൾ A+, അമിത ശാന്തകുമാർ. Next, Sarah Elizabeth Sebastian, +2 full A+. അടുത്തത് അനക PS ആണ്. നമ്മുടെ ഈ ഫംഗ്ഷനകത്ത് ഏറ്റവും നമുക്ക് കൃത്യമായിട്ടുള്ള നമുക്ക് നല്ലൊരു ഡാൻസ് വരുന്ന കാഴ്ചവെച്ച അനക PS. അടുത്തത് നമ്മുടെ ഓർത്തെടുത്തിട്ടുള്ള ശ്രീ ജനമാസ്റ്റർ മകളാണ്. ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ് ഇൻ മ്യൂസിക്. Thank you all of them. Thanks. Senior Vice President Hussain Sir, National Director Benni Sir, National Coordinator Manoj, Senior Chamber Murimodi Region, Barwagi, Sri Mohandas, Sri Subhash Master, Senior President Sali Teacher, Priyapata, Senior
ചേംബർ സഹഭാരവാഹികളെ, സുഹൃത്തുക്കളെ, കുടുംബാംഗങ്ങളെ, സീനിയർ ചേംബർ മുരുമോട് ലീജിയൻ്റെ ഒരു ഫാമിലി മീറ്റിൽ ഈ ദിവസം നടത്താൻ തീരുമാനിച്ചു. എങ്കിലും നമുക്ക് ഇത് പൂർണ്ണമായ വിജയത്തിലെത്തിക്കാൻ കഴിഞ്ഞുവെന്ന് അഭിമാനം എനിക്കില്ല. കാരണം സീനിയർ പ്രസിഡന്റ് എത്തിച്ചേരും എന്ന് നമ്മളോട് പറഞ്ഞിരുന്നെങ്കിലും അദ്ദേഹത്തിന് എത്തിച്ചേരാൻ കഴിഞ്ഞില്ല. അതോടൊപ്പം തന്നെ നമ്മുടെ പല മെമ്പർമാരെ ചില അസൗകര്യങ്ങൾ നമ്മളെ അറിയിക്കുകയും നമ്മളെ ഹാജർ നില വളരെ കുറയുകയും ചെയ്തു. തുടങ്ങാൻ താമസിച്ചു പോയി. ഹുസൈൻ സാറിൻ്റെ ട്രെയിൻ ലേറ്റ് ആയതുകൊണ്ട് അതും താമസിച്ചു. നമ്മളൊരു പരിപാടി ഗംഭീരമായി ഇവിടെ നടത്താം എന്ന് ഞങ്ങൾ ഉദ്ദേശിച്ചെങ്കിലും അത് ഒരു പകുതി വിജയം എന്ന് മാത്രമേ ഇപ്പോൾ ഞാൻ പറയുന്നുള്ളൂ. സീനിയർ ചേംബറിനെ സംബന്ധിച്ചിടത്തോളം മുരുമോട് ലീജിയൻ രൂപീകൃതമായിട്ട് 6 മാസമായുള്ളതിനെക്കുറിച്ച് സുഭാഷ് മാസ്റ്റർ പറഞ്ഞു. ഈ 6 മാസത്തിനിടയിൽ വളരെ നല്ല രീതിയിലുള്ള പ്രവർത്തനവുമായി ഞങ്ങളൊക്കെ മുന്നോട്ട് പോയിട്ടുണ്ട്. കുടുംബാംഗങ്ങളെല്ലാം ഞങ്ങളെ പൂർണ്ണമായും വേണ്ട പ്രോത്സാഹനങ്ങൾ, സഹായങ്ങൾ സഹായിച്ചിട്ടുണ്ട്. ഓരോരുത്തരെയും നന്ദിയോടെ ഓർക്കുകയാണ്. ശ്രീ മോഹൻദാസിൻ്റെ അക്ഷീണ പരിശ്രമം ഞങ്ങൾക്ക് എന്നും ഉണ്ടായിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു പരിശ്രമമാണ് ഇന്ന് ഈ മീറ്റിംഗ് ഇവിടെ വിളിച്ചു ചേർക്കാൻ കൂടി ഇടയായത്. അതോടൊപ്പം തന്നെ ഞങ്ങളെല്ലാം എല്ലാ മാസവും യോഗം ചേരുകയും അതുപോലെ തന്നെ ചാരിറ്റി പ്രവർത്തനങ്ങൾക്കെല്ലാം മുൻകൈയെടുത്ത് മുന്നോട്ട് പോവുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ആകുന്ന വിധത്തിലൊക്കെ സീനിയേഴ്സ് എന്ന രീതിയിൽ ഞങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട്. ചെറുപ്പക്കാർ ഒക്കെ അടങ്ങുന്ന ക്ലബ്ബുകൾ ചെയ്യുന്നതുപോലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുന്നില്ലെങ്കിലും വളരെ ചാരിറ്റിയും അതുപോലെ തന്നെ മറ്റുള്ള ശുചീകരണ പ്രവർത്തനങ്ങൾ അടക്കമുള്ള പ്രവർത്തനങ്ങളുമായി ഞങ്ങൾ മുന്നോട്ട് നീങ്ങുന്നു. അതോടൊപ്പം തന്നെ പ്രോത്സാഹനങ്ങൾ ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മീറ്റിങ്ങിൽ നമ്മൾ വോളിബോളിലെ പ്രശസ്തരായ ശ്രീ ജോസേട്ടനെയും അതുപോലെ തന്നെ രാജ്യസേവനത്തിന് തയ്യാറായി റിട്ടയർഡായി വന്നിരിക്കുന്ന പുഷ്പേട്ടനെയൊക്കെ ആദരിച്ചിരുന്നു. ഇതിപ്പോൾ നമുക്ക് അന്യം നിന്ന് പോകുന്ന ഒരു കലയാണ് തുള്ളൽക്കല. അതുപോലെ തന്നെ വില്ലടിച്ചാപ്പാട്ട് തുടങ്ങിയ കലകൾ. ആ കലകളെ കഴിഞ്ഞ കാലങ്ങളിൽ ഭംഗിയായി അവതരിപ്പിച്ചിരുന്ന കലാകാരന്മാർ അവരെ ഈ വേദിയിൽ വെച്ച് ആദരിക്കുക എന്നതാണ് ഞങ്ങൾ ഇന്ന് കണ്ടിരിക്കുന്ന ഒരു കാര്യം. അതോടൊപ്പം തന്നെ നമ്മളിപ്പോൾ റിസൾട്ടുകളൊക്കെ വന്നിരിക്കുകയാണ്. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ നമ്മുടെ മെമ്പർമാരുടെ കുടുംബങ്ങളിൽ പെട്ട ആളുകളെ പ്രോത്സാഹിപ്പിക്കാനും അവർക്ക് ഒരു ചെറിയ മൊമെൻ്റോ നൽകുന്നതിനും വേണ്ടി ഞങ്ങൾ ഈ യോഗം ഉപയോഗപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ കലാപരമായി കഴിവുകളുള്ള ഒരുപാട് ആളുകൾ നമ്മുടെ മെമ്പർമാരുടെ കൂട്ടത്തിലുണ്ട് എന്നതുകൊണ്ട് തന്നെ അവരുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കാനും ഈ ഇത്തരം വേദി ഞങ്ങൾ ഉപയോഗപ്പെടുത്തുകയാണ്. ഈ മീറ്റിങ്ങിൽ പങ്കെടുത്ത, ഈ ഫാമിലി മീറ്റിൽ പങ്കെടുത്ത, ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചെത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരെയും അഭിവാദ്യങ്ങൾ ചെയ്തുകൊണ്ട് നിങ്ങളുടെ എല്ലാം അകമഴിഞ്ഞ പിന്തുണയും സഹകരണവും പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. അഭിവാദനങ്ങൾ. ഇന്നിവിടെ ആദരിക്കുന്ന ശ്രീ എൻ പത്മനാഭൻ ഏതാണ്ട് 50-70 കാലഘട്ടത്തിൽ മുരിങ്ങോടിയിൽ പ്രദേശത്ത്, പ്രത്യേകിച്ച് മുരിങ്ങോടിയിൽ നിന്ന് ഓട്ടംതുള്ളൽ കലയിൽ പ്രാവീണ്യം നേടിക്കൊണ്ട് കണ്ണൂർ ജില്ലയിലും കേരളത്തിന് പുറത്തും ഒട്ടനവധി വേദികളിൽ ഓട്ടംതുള്ളൽ അവതരിപ്പിച്ച ശ്രീ VN പത്മനാഭൻ അവർ ഇന്നും ഓട്ടംതുള്ളലിനെ കുറിച്ച് അവഗാഹമുള്ള, നമ്മോട് മണിക്കൂറുകളോളം ആ കലയെക്കുറിച്ച് പറയാൻ കഴിയുന്ന അറിവുള്ള മാന്യദേഹമാണ് ശ്രീ VN പത്മനാഭൻ. മുരിങ്ങോടി സീനിയർ ലീജിയന്റെ ആഭിമുഖ്യത്തിൽ അദ്ദേഹത്തെ ഇവിടെ ആദരിക്കുന്നതിന് വേണ്ടി നമ്മുടെ ലീജിയൻ തീരുമാനിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ശ്രീ VN പത്മനാഭനെ ഇവിടെ ക്ഷണിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ശ്രീ KS ശശാങ്കൻ വെൽപ്പാട്ട് അഥവാ വെല്ലടിച്ചാപ്പാട്ട് വളരെ രസകരമായ
സമൂഹത്തിലെ ഉച്ചനീചത്വങ്ങളെ നർമ്മരൂപത്തിൽ സമൂഹത്തിൽ കലാരൂപത്തിൽ അവതരിപ്പിച്ചുകൊണ്ട് ഒരുപക്ഷെ കണ്ണൂർ ജില്ലയിലും പുറത്തും ഒട്ടനവധി വേദികളിൽ വില്ലടിച്ചമ്പാട് അവതരിപ്പിച്ച ശ്രീ കെ എസ് ശശാങ്കൻ അവർ, അദ്ദേഹത്തിൻ്റെ കുടുംബസമേതം തന്നെ വലിയൊരു കലാകുടുംബമാണ്. എല്ലാവരും തന്നെ നന്നായി പാടാനും ഡാൻസ് കളിക്കാനും ഒക്കെയുള്ള കഴിവുള്ള ഒരു കുടുംബത്തിലെ അംഗമാണ്. അദ്ദേഹത്തെ ഞാൻ ഈ യോഗത്തിൽ പ്രത്യേകമായി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. മനോജ് കുമാറിനെ ആർക്കും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. എന്നിരുന്നാലും കോർഡിനേറ്റർ ആയ ഐരാവതി ലീജ് പ്രസിഡൻ്റായ സമയത്താണ് മനോജിനെ ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത്. അതിനു മുമ്പ് ആദ്യം ചെറുപ്പം പോലെ ഞങ്ങൾക്ക് പരിചയമുണ്ടെങ്കിലും ഇവൻ ഇത്രയും ഒരു സംഘാടക നിലവിലുള്ള ഒരാളാണെന്നുള്ള കാര്യം ഞങ്ങൾക്ക് തിരിഞ്ഞത് ഇപ്പോഴാണ്. കൂടുതലായി സമയം നീണ്ടു പറയുന്നില്ല. സ്പൈസസ് വാലി ജൂനിയർ ചേംബർ പേരാവൂർ ചാർട്ടർ മെമ്പറായി 1995-96 വർഷങ്ങൾ തുടങ്ങിയത്. 97-98 സെക്രട്ടറിയായി, 98-99 പ്രസിഡന്റായി മാറി. സീനിയർ ചേംബർ പേരാവൂർ ലീജിയൻ ചാർട്ടർ ജനറൽ സെക്രട്ടറിയായി. 2023-24 ലീജിയൻ പ്രസിഡന്റായി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പേരാവൂർ യൂണിറ്റ് പ്രസിഡന്റ്, മേഖലാ ജനറൽ സെക്രട്ടറി, ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചിരുന്നു. കനി ഇന്റർനാഷണൽ അവാർഡ് വിന്നറാണ്. 2023 ബെസ്റ്റ് പെർഫോമർ അവാർഡ് വിന്നറും കൂടിയാണ്. കലാപ്രതിഭ പുരസ്കാര ജേതാവ് 2024 സ്റ്റാർ മീഡിയ ബെസ്റ്റ് സിംഗർ അവാർഡ്, താഹിർ ഭായി ട്രസ്റ്റ് മുംബൈ ബെസ്റ്റ് വോയിസ് അവാർഡ് വിന്നർ എന്നീ നിലകളിലും ശോഭിച്ച ആളാണ് മനോജ് താഴെപ്പുര. KSESTA സ്റ്റേറ്റ് സെക്രട്ടറി, ജില്ലാ ബാഡ്മിൻ്റൺ കമ്മിറ്റി അംഗം, കഥ, കവിത, ഗാനരചയിതാവ്, ഗായകൻ എന്നീ നിലകളിൽ പ്രവർത്തിക്കുന്നു. പേരാവൂർ ലീജിയൻ പ്രസിഡന്റായിരുന്നു. അതിനുശേഷം സീനിയർ ചേംബർ ഇന്റർനാഷണൽ കോർഡിനേറ്ററായി 2024-25 നിയമിതനായി. ഭാര്യ ഷിബിന, മക്കൾ ആകാശ് മനു, ആകർഷ് മനു. Keynote speaker, Senior Minister, Chairman, Senior Babu Jose, Secretary, Senior Subhash Master, Treasurer, Senior Mohandas, Senior Chairperson, Sani Madam, and other seniors. ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് നിങ്ങളുടെ മുമ്പാകെ നിൽക്കുന്നത്. കാരണം മുരുകോടി ലീജിയൻ രൂപകൽപ്പന ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ബെന്നി സാറും ഒരുപാട് ഓടി നടന്നിട്ടുണ്ട്. അതിൽ ഞങ്ങളോടൊപ്പം ഏറ്റവും സഹകരിച്ച 3 വ്യക്തിത്വങ്ങൾ തന്നെയാണ് വേദിയിലിരിക്കുന്ന PST ടീം. സീനിയർ ചേംബർ ഇന്റർനാഷണലിലെ ഏത് ലീജിയൻ എടുത്ത് പരിശോധിച്ചാലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ലീജിയൻ. ഈ കഴിഞ്ഞ ഏരിയ കോൺകോഴ്സിൽ മികച്ച ധാരാളം അവാർഡുകൾ കരസ്ഥമാക്കുവാൻ മുരുകോടി ലീജിയന് ഇതിൻ്റെ ഭാരവാഹികൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. നല്ലൊരു കയ്യടി നിങ്ങളുടെ ഭാഗത്ത് പ്രതീക്ഷിക്കാം. കാരണം ഏറ്റവും നല്ല പ്രവർത്തന മികവ് അതാണ് മുരുകോടി ലീജിയൻ എന്ന് ഇന്ന് സീനിയർ ചേംബർ ഇന്റർനാഷണലിന്റെ ഏറ്റവും ഉയരങ്ങളിൽ ഇരിക്കുന്ന ആളുകൾ പോലും വളരെ ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്ന ലീജിയൻ മുരുകോടി. തീർച്ചയായും നമുക്കൊക്കെ അഭിമാനിക്കാം. പേരാവൂരിൻ്റെ പെരുമ ഒരുപാടുകളിലേക്ക് ഉയരങ്ങളിലേക്ക് എത്തിക്കുവാൻ പേരാവൂരിൻ്റെ തന്നെ ഭാഗമായിട്ടുള്ള മുരുകോടിക്കും കഴിയുന്നു എന്നുള്ളതാണ്. സത്യത്തിൽ പേരാവൂർ ലീജിയനോടൊപ്പം ഇവരും കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ സീനിയർ ചേംബർ ഇന്റർനാഷണലിലെ ഏറ്റവും മികച്ച അല്ലെങ്കിൽ ഔന്നത്യങ്ങളിലേക്കുള്ള ഏറ്റവും ഉയരങ്ങളിലേക്ക് എത്തുവാൻ കഴിയുന്ന ഒരു ലീജിയനായിട്ട് നമുക്ക് മാറുവാൻ കഴിയും. ഇനിയും അതിന് വൈകിയിട്ടില്ല. തീർച്ചയായിട്ടും ബാബുവേട്ടനും സുഭാഷ് മാഷും മോഹൻദാസൊക്കെ ചേർന്നിട്ടുള്ള ഈ ടീമിന് നിങ്ങളുടെ സപ്പോർട്ട് എന്നും ഉണ്ടാവണം. അതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. കാരണം അവരേത് പ്രവർത്തനങ്ങൾക്കും മുൻകൈ എടുക്കുവാൻ തയ്യാറുള്ളവരാണ്.
ഇന്നത്തെ ഈ ഒരു യോഗം തന്നെ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. സീനിയർ ചേംബർ ഇന്റർനാഷണലിനെ കുറിച്ച് ആധികാരികമായിട്ട് ഞാൻ പറയുന്നില്ല, കാരണം ബെന്നി സാറും അതുപോലെ തന്നെ ഹുസൈൻ സാറും ഒക്കെ നിങ്ങളോട് സംസാരിക്കും. അതിലേക്കൊന്നും കടന്നു പോകുന്നില്ല. ഇതിൻ്റെ പ്രവർത്തനങ്ങൾ അങ്ങേയറ്റം മനോഹരമാക്കുവാൻ നിങ്ങളുടെ സപ്പോർട്ട് അവർക്ക് നൽകുക എന്ന് മാത്രം ഞാൻ ഒരിക്കൽ കൂടി പറയുകയാണ്. മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടന്നു പോകുന്നില്ല, കാരണം ഒരുപാട് വൈകി നമ്മൾ ഇത് ആരംഭിക്കുമ്പോൾ. ഈ പരിപാടി കഴിഞ്ഞതിന് ശേഷം ഇഷ്ടംപോലെ ഗായകരിവിടെ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നുണ്ട്. അവരുടെ പാട്ടും കുട്ടികളുടെ കലാപരിപാടികളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ വൈകിപ്പിക്കുന്നില്ല. അതോടൊപ്പം തന്നെ പേരാവൂരിൻ്റെ മണ്ണിലേക്ക് കടന്നു വന്ന ഹുസൈൻ സാറിനെ ഏറെ സ്നേഹത്തോടെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. ദീർഘിപ്പിക്കുന്നില്ല, ഞാൻ അവസാനിപ്പിക്കുകയാണ്, കാരണം ആളുകൾ വെയിറ്റ് ചെയ്യുന്നു. താങ്ക് യു ആണ്. ബെന്നി സാർ. Good evening, everybody. Let me introduce our senior Benny sir. Senior PPF MJ Benny, National Director Growth and Development, Senior Chamber International in the year 2024-25. Joined the Senior Chamber movement in the year 2011, Hirur Legion. In the year 2013-14, Legion Treasurer. 2014-15, Legion Secretary. 2015-16, Irati Metro New Legion Founder President. 2016-17, National Coordinator G&D North Kerala. 2017-18, National Coordinator G&D North Kerala. 2018-19, National Coordinator Internal Growth. 2019-20, National Director National Program. 2021, National Coordinator Growth and Development Kerala. 21-22, National Coordinator G&D Kerala. 22-23, National Coordinator G&D Kerala. 23-24, National Coordinator Growth and Development. In the year 2024-25, he is selected as the National Director Growth and Development Awards. In the year 2015-16, Outstanding New Legion President. In the year 2016-17, Outstanding National Coordinator. 17-18, National Coordinator Excellent Award. 21-22, Outstanding National Coordinator G&D Kerala. 23-24, Excellence Award, National President Special Recognition in Appreciation for Exemplary Services and Outstanding Performance G&D. Businessman running a transport company, MJ Transport Company and Automobile Spare Part Shop in Irati. Irati Talasheri Private Bus Operators Society President. Academic qualification pre-degree, married to Srimati Ansili Philip, housewife. Son Abhishek, degree holder, daughter Alisha, BSc Nurse in Bangalore, Angelina, 8th standard student, St. John's English Medium School, Irati. Thank you. Thank you, Jesse. Now, എപ്പോഴും ഒരു ഷോട്ട് ഉണ്ടാവും. ആൾ വന്നു പോയിക്കൊണ്ടിരിക്കും. സ്വാഭാവികമാണ്. ഏത് മേഖലയിലും ചേർന്ന മെമ്പർമാർക്ക് എന്തെങ്കിലും അസൗകര്യങ്ങൾ, ഒന്നെങ്കിൽ അവരുടെ ജോലി സംബന്ധമായിട്ട്, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിഷയത്തിൽ ആരോഗ്യപരമായിട്ട് ഒക്കെ കുറവുകൾ വരുമ്പോൾ അവർ ചിലപ്പോൾ ലീവ് എടുക്കാം. അങ്ങനെയുള്ള ആൾക്കാർക്ക് ലീവ് കൊടുക്കാം. നമുക്ക് അങ്ങനെ സംവിധാനമുണ്ടോ? അപ്പോൾ ലെറ്റർ വന്നാൽ മതി, ലീവ് കൊടുക്കാം. 6 മാസം, 1 കൊല്ലം. ചില വിട്ടുപോകുന്നവരുണ്ട്, പോയിക്കോട്ടെ, നമ്മൾ തടസ്സപ്പെടുന്നുണ്ട്. അപ്പോൾ അതിന് പകരമായിട്ട് ഒന്ന് പോകുമ്പോൾ 2 മെമ്പർമാരെ നമ്മൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കണം. സംഘടന വളരണം. നിങ്ങളുടെ സ്ട്രെങ്ത് ലഭിക്കണമെങ്കിൽ നിങ്ങൾ വളരണ്ടേ? നിങ്ങൾക്ക് വോട്ടിംഗ് റൈറ്റ് അടക്കം. ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പം അടുത്ത വർഷം മുതൽ നിങ്ങൾക്ക് വോട്ടിംഗ് റൈറ്റ് ആയി. വോട്ടിംഗ് റൈറ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോഴത്തെ കണ്ടീഷൻ അനുസരിച്ച് നിങ്ങൾക്ക് 3 വോട്ടാണ് കിട്ടുക. മിനിമം 15 മെമ്പർമാർക്ക് 2 വോട്ട്. അതിനുശേഷം വരുന്ന ഓരോ 5 മെമ്പർമാർക്കും ഓരോ വോട്ട് ലഭിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയാണ് വോട്ടിങ്ങിന്റെ നില. അപ്പോൾ നിങ്ങളുടെ സ്ട്രെങ്ത് അനുസരിച്ചാണ് നിങ്ങൾക്ക് വോട്ടിംഗ് റേറ്റ്. അപ്പോൾ അത്തരം കാര്യങ്ങളിലൊക്കെ സംഘടന വളരണം. വളർന്നാൽ മാത്രമേ നമുക്ക് ഗുണമുള്ളൂ. അത്തരം കാര്യങ്ങൾ ബഹുമാന്യരായ മെമ്പർമാർ ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. പിന്നെ അത് കൂടാതെ എനിക്ക് പറയാനുള്ളത്, എനിക്ക് തോന്നുന്നു ഹുസൈൻ സാർ കുറേ കാര്യങ്ങൾ പറയും, പക്ഷെ എന്നാലും കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്നാമത് ഹുസൈൻ സാറിന്റെ ഒന്നേ കന്നഡ അല്ലെങ്കിൽ ഹിന്ദിയിൽ സംസാരിക്കുള്ളൂ. അപ്പോൾ നമുക്ക് എത്ര പേർക്ക് മനസ്സിലാവും പറയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ട്രാൻസ്ലേഷൻ വേണ്ടി നമ്മൾ ദാസാട്ടൂടെ ഉണ്ട്. എങ്കിൽ തന്നെ കുറച്ച് കാര്യങ്ങൾ NBയുടെ ടീമിൽ ഞാൻ പറയാം. ഒന്ന് NBയുടെ ടീമിൽ ഒന്ന് ഇപ്പോൾ സ്വച്ഛ് ഗംഗ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഗ്രൂപ്പിൽ PSC കണ്ടിട്ടുണ്ടാവും. നമ്മുടെ നാട്ടിലുള്ള കുളങ്ങള്, പിന്നെ അതേപോലെ കിണറുകൾ, ഉപയോഗശൂന്യമായി കിടക്കുന്ന കുളങ്ങള്, കിണറുകളൊക്കെ ശുചീകരിക്കുക. അതിന് നമുക്ക് പ്രത്യേക മാർക്കുണ്ട്. നമ്മളെ പിന്നെ ഈ അവാർഡ് ഇതിൽ പ്രത്യേക കാറ്റഗറിയാണ്. ഇത്ര പോയിന്റ്സ് കൂടുതലുണ്ട്. പല ലീജിയൻസോ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ശ്രദ്ധപ്പെട്ടിട്ടുണ്ടാവും. കുളങ്ങളും കിണറുകളും ഒക്കെ ഒന്ന് ശുചിയാക്കുന്നതിന് മുമ്പുള്ള ഫോട്ടോ എടുക്കണം,
ശുചിയാക്കിയതിന് ശേഷമുള്ള ഫോട്ടോ എടുക്കണം. പിന്നെ മറ്റൊന്ന് ജലധാര പ്രോജക്റ്റ്. നമ്മുടെ അടുത്തുള്ള സ്കൂളുകളിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വൃദ്ധമന്ദിരങ്ങളിൽ എവിടെയെങ്കിലും ശുദ്ധജലത്തിന്റെ പരിപാടികൾ, അത് നമുക്ക് പല റേറ്റിലുള്ളതുണ്ട്. എനിക്ക് ഉദ്ദേശിച്ച 6,000 തൊട്ട് 20,000 വരെയുള്ളതൊക്കെ ഉണ്ട്. നമ്മൾ അത്ര കോസ്റ്റ് ആയിട്ടും ചെയ്യണ്ട. അത് പറ്റുമെങ്കിൽ അതൊക്കെ പോയിന്റ്സ് കൂടുതൽ കിട്ടുന്ന കാര്യമാണ് ജലധാര പ്രോജക്റ്റ്. പിന്നെ നമുക്ക് PPF ഇവിടെ നമുക്ക് ആകെ ഒരാൾക്കേ ഉള്ളൂ, പ്രസിഡന്റിന് മാത്രമേ ഉള്ളൂ PPF. ഇക്കൊല്ലം മിനിമം ഒരു 2 PPF വരും. NB പറഞ്ഞിരിക്കുന്ന വെച്ചാൽ 1 ലീജിയൻ 1 PPF പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അത് മിനിമം പുള്ളി പറഞ്ഞതാണ്. അതുപോലെ തന്നെ 1 ലീജിയൻ 1 എക്സ്റ്റൻഷൻ, അത് മിനിമം ആണ് പറയുന്നത്. ലീജിയൻ എക്സ്റ്റൻഷനൊക്കെ നിങ്ങൾക്ക് കണ്ടമാനം പോയിന്റ് കിട്ടുന്ന കാര്യങ്ങളാണ്. അത് പ്രത്യേകിച്ച് നാഷണൽ കോൺഫറൻസിൽ നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടിട്ടുണ്ടാവും. എക്സ്റ്റൻഷൻ നടത്തിയാലുള്ള വെയിറ്റ് അത്രയും വെയിറ്റ് വേറൊന്നുമില്ല. അപ്പൊ അത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. പിന്നെ നമ്മളെന്താ വെച്ച് കഴിഞ്ഞാല് PPF എന്ന് പറയുന്നത് നമ്മുടെ ഫൗണ്ടർ പ്രസിഡന്റിന്റെ പേരിലുള്ള ഒരു ഫെലോഷിപ്പാണ്, ഒരു ഫൗണ്ടേഷനാണത്. അതിന്റെ ഉദ്ദേശശുദ്ധികൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നിർദ്ധനരായ വിദ്യാർത്ഥികൾക്ക്, അതായത് ഡിഗ്രി വിദ്യാർത്ഥികൾക്ക്, നിർദ്ധനരായ ആൾക്കാർക്ക് നമ്മളിവിടുന്ന് 5,000 രൂപയുടെ PPF കൊടുക്കുമ്പോൾ നമുക്ക് 10,000 രൂപ സഹായധനമായിട്ട് നിങ്ങൾ പറയുന്ന കുട്ടികൾക്ക് കൊടുക്കും. നിങ്ങൾ പറയുന്ന കാറ്റഗറി ഉണ്ട്, ആ കാറ്റഗറി അനുസരിച്ച് നിങ്ങൾ അപേക്ഷ ഫോം കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടികൾക്ക് നിങ്ങളെ ലീജിയന്റെ കെയർ ഓഫിൽ കൊടുക്കും. അതിന്റെ ക്രെഡിറ്റും പോയിന്റും ഒക്കെ നിങ്ങൾക്കാണ്. 5,000 കൊടുക്കുമ്പോൾ 10,000 തിരിച്ചു കിട്ടും. പിന്നെ കഴിഞ്ഞ വർഷം നിങ്ങൾ ബാക്കി തയ്യൽ മെഷീൻ, വീൽ ചെയർ, ഇതൊക്കെ നിങ്ങൾ കൊടുത്ത കാര്യങ്ങൾ നിങ്ങൾക്കറിയാം. അത്തരം കാര്യങ്ങളൊക്കെ കൊടുക്കുക. പിന്നെ മറ്റൊന്ന് എനിക്ക് പറയാനുള്ളത്, ഇതൊരു മത്സരബുദ്ധിയോടെ നമ്മൾ കാണുകയും അത് മെമ്പർമാർക്ക് ഇതൊരു ബേർഡൻ ഉണ്ടാക്കുകയും ചെയ്യരുത്. കാരണം സാമ്പത്തികത്തിന്റെ പ്രശ്നം വരും. കൂടുതലായ പണം മെമ്പർമാരെ നിന്ന് ചെലവാക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അവർക്ക് മടുപ്പ് വരും. അത് ശ്രദ്ധിക്കണം. സീനിയർ ചേംബർ ഇന്റർനാഷണൽ എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ 40 വയസ്സിന് മേലെയുള്ള ആൾക്കാരാണ്. അപ്പൊ 40 വയസ്സിനുള്ള മേലെയുള്ള ആൾക്കാരുടെ മെയിൻ ഉദ്ദേശം നമ്മുടെ എൻജോയ്മെന്റ് ആണ്. അതിനൊരു വിട്ടുവീഴ്ചയില്ല. നമ്മുടെ എൻജോയ്മെന്റ് പ്രധാനം. അതിനുശേഷം നമ്മുടെ സംഘടന പ്രവർത്തനക്ഷമമാകുന്നതുകൊണ്ട് നമ്മൾ കുറച്ച് ചാരിറ്റി ചെയ്യണം. അത് എന്ന് വേണ്ടി നമ്മൾ ഈ പ്രായത്തിൽ കണ്ടമാനം നമ്മൾ ജേസിയിലൊന്നും ചെയ്യുന്ന പോലെ കണ്ടമാനം മത്സരബുദ്ധിയോടെ നമ്മളിതിനു വേണ്ടി പ്രവർത്തിച്ച് പണം കളയാനോ നമ്മുടെ ആരോഗ്യം കളയാനോ സമയം കളയാനോ ഒന്നും നമ്മൾ മെനക്കെടരുത്. അത് മെമ്പർമാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പം മെമ്പർമാർക്ക് മടുപ്പ് വരും. അവർ ചിലപ്പോൾ ലീവ് ചോദിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ പിരിഞ്ഞു പോകും. അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധ നമുക്ക് വേണം. കൂടുതൽ മത്സരബുദ്ധിയോടെ നമ്മൾ കാര്യങ്ങൾ കാണണ്ട. ലീജിയൻ ആക്റ്റീവ് ആയിക്കോട്ടെ, അത് കുഴപ്പമൊന്നുമില്ല. പണം കണ്ടമാനം ചിലവായിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ മെമ്പർമാർക്ക് മടുപ്പ് വരും. അതൊക്കെ ശ്രദ്ധയിൽ വെക്കുക എന്ന് വിചാരിച്ച് പ്രവർത്തനത്തിൽ ഇപ്പം ഞാൻ ചെറിയ നമുക്ക് പണം മുടക്ക് വളരെ കുറഞ്ഞ കാര്യങ്ങൾ പലരും ചെയ്യാൻ പറ്റുമല്ലോ. ഇപ്പം ഞാൻ പറയാം, ഒരു ടീച്ചേഴ്സ് ഡേ, 2 അധ്യാപകരെ ആദരിക്കാൻ നമുക്ക് വലിയ ചിലവൊന്നുമില്ല. 2 പൊന്നാടിയും 2 ബൊക്കയും മതി. പ്രത്യേകിച്ച് റിട്ടയർമെന്റായി നമ്മുടെ വീട്ടിലിരിക്കുന്ന ടീച്ചേഴ്സിനൊക്കെ അന്നത്തെ ദിവസം പോയി ഒന്ന് കണ്ട് അവരൊക്കെ ഫോളോ ചെയ്ത് അവരെ അനുഗ്രഹമൊക്കെ വാങ്ങി വന്നാൽ അവർക്ക് ഇതിൽ പല സന്തോഷങ്ങൾ പറയില്ല. അതേപോലെ തന്നെ ഡോക്ടേഴ്സ് ഡേ, അഡ്വക്കേറ്റ്സ് ഡേ എന്നാണ് വിവിധങ്ങളായ പിന്നെ എൽഡേഴ്സ് ഡേ, ഇതൊക്കെ നമുക്ക് ചുരുങ്ങിയ ചെലവിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അത്തരം കാര്യങ്ങളിലൊക്കെ നമ്മൾ ശ്രദ്ധ പതിപ്പിക്കുക. വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങൾക്കൊന്നും ഇറങ്ങി പുറപ്പെടാതിരിക്കുക. അല്ലെങ്കിൽ നമ്മൾ അത്ര സമ്പന്നരായിരിക്കണം. കർണാടക ചെയ്യുന്ന കണ്ടിട്ടൊന്നും നമ്മൾ മത്സരിക്കാൻ നിൽക്കണ്ട. കർണാടകയിലൊക്കെ എന്ന് പറഞ്ഞാൽ പിന്നെ ഹൈ പാർട്ടീസ് അല്ലായിരുന്നു. കർണാടകയിലൊക്കെ സാമ്പത്തിക ശേഷിയുള്ള ഫിനാൻഷ്യൽ സെറ്റപ്പുള്ള ടീമാണ് കർണാടക. കേരളം അങ്ങനെയല്ല. കേരള കർഷകരുടെ നാടാണ്. അപ്പൊ നമുക്ക് പ്രത്യേകിച്ച് മനോഹര മേഖല നമുക്ക് പ്രതിസന്ധികളുണ്ട്. നമ്മുടെ റബ്ബറിന്റെ മറ്റു കാര്യങ്ങൾക്കൊന്നും വിലയില്ല. അതുകൊണ്ട് അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്ന് ശ്രദ്ധിച്ച് നന്നായിട്ട് രീതിയിൽ പ്രവർത്തനം മുമ്പോട്ട് കൊണ്ടുപോകണം. എന്തായാലും ശരി, ഇന്നത്തെ മീറ്റിങ്ങിന് കൂടുതൽ സമയം ഞാൻ പറയുന്നില്ല. നമ്മുടെ ബഹുമാനായ MVP സംസാരിക്കാനുണ്ട്. പിന്നെ ഇന്നത്തെ മീറ്റിംഗ് എത്തിച്ചേർന്ന കുറച്ച് ലേറ്റായിട്ട് പോലും ക്ഷമയോടെ കാത്തിരുന്ന കുടുംബാംഗങ്ങൾ എല്ലാവർക്കും പിന്നെ എൻ്റെ ആശംസകൾ അറിയിക്കുന്നു. അതേപോലെ തന്നെ നമ്മുടെ നല്ല ഉന്നത വിജയം നേടിയ നമ്മളെ മക്കളുണ്ട് ഈ കൂടുതൽ ഇന്ന് ഓർഡർ ചെയ്യാനുള്ളത്. അവരെ ആദരിക്കാൻ വേണ്ടി നമ്മൾ വിളിച്ചു വരുത്തിയിട്ടുണ്ട്. അവർക്ക് എല്ലാ ആശംസകളും നേരുകയാണ്. തുടർന്നും നല്ല മാർക്കോടെ വിദ്യാഭ്യാസം പൂർത്തിയാക്കി നല്ല നിലയിലെത്തട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. National Director GND Benny, National Coordinator Manoj, Senior Teacher Madam, बहुत खुशी हो रहे ये प्रोग्राम इधर आके। मैंने कन्नूर का आ गया, कन्नूर से इधर आने के लिए सोच रहा था क्या कर रहा है वो।
मोहनदास ने कॉल किए तुम कन्नूर आ जाओ, मैं अरेंजमेंट कर देता हूँ। उतने दूर से बहुत प्यार से आप आगे, आपको मैं थैंक यू मोहनदास। आज इधर पहला आते ये रंगा पूजा क्या बोलते हैं, प्रेयर कर रहे अनका ना, ओके अनका ने बहुत अच्छा इधर एक रंगा पूजा के आपको आगे एक रिकग्निशन। मैंने सोचा था मोरिनगुड़ी कन्नूर के 5-6 किलोमीटर आसपास रहेगा, बाद में इनके साथ आने में मालूम हो गया कि 50-60 किलोमीटर है। फिर भी इधर आ गया, बहुत खुश हो गया। इधर प्रेसिडेंट, इधर मेंबर्स सब लोग भी बहुत स्वागत किए, बहुत खुश हो गया। अब मैं ये साल 5 प्रोग्राम करने के, अभी बेनी सर ने बोल दिए 5 प्रोग्राम अगर बना गए तो 1 साल का सब प्रोग्राम हो जाता है। इसमें और पीपीएफ सेक्रेटरी साहब ने एक पीपीएफ देना चाहिए इधर। एक पीपीएफ देंगे तो बच्चों के स्कॉलरशिप के लिए बहुत अच्छा होता है। बच्चों के लिए आप पैसा देते हैं, वो रिटर्न सीनियर क्लब को आते हैं, इधर के स्टूडेंट को रिटर्न मिलते हैं। और एक लीजन भी है, नया लीजन भी बनाने का आप क्या कर रहे हैं। आपको बेनी सर ने सपोर्ट करता है, इधर मनोज है, दोनों नेशनल ऑफिसर है, इधर आपके मोरीगढ़ के आसपास रहने वाले बहुत अच्छे सपोर्ट कर रहे हैं। बेनी सर तो बहुत इंटरेस्ट में काम कर रहे हैं। ये बार हमारा नेशनल क्या है वो पॉजिटिव होना चाहिए। बेनी सर 100% तो सपोर्ट कर रहे हैं और मनोज भी साथ कर आपको कर रहे हैं। और बोल रहे हैं कर्नाटक में बहुत पैसा है, केरला में पैसा कम है। कर्नाटक में पैसा है, ऐसे केरला में बहुत आदमी बहुत अच्छे लोग हैं इधर। और हमारा एक कुंदापुर है, कुंदापुर लीजन, उधर कोल्लूर मुकाम्बी का 40 किलोमीटर नियर कोल्लूर मुकाम्बी। आप उधर आ गए तो मेरे को कॉल कर दीजिए, आप लोग को मैं उधर लेके जाने के लिए पूरा इंतजार कर रहे हैं। उधर रहने के लिए रूम, उधर खाना पीना, मुकाम्बी के टेम्पल जाने के लिए उधर लाइन ठहरना पड़ेगा। लेकिन हम कॉल करेंगे तो डायरेक्ट तुमको उधर भगवान के जाने के लिए, डायरेक्ट जाने के लिए, एम्बुलेंस से जल्दी जाने के लिए कोशिश कर रहे हैं। वो आप मेरे को कॉल कर दीजिए, मैं उधर आपको इंतजार करता हूँ। और नेक्स्ट ओणम प्रोग्राम में मैं आता हूँ इधर। अब बेनी सर ने बोल दिया और एक बार इधर आने के, ओणम के टाइम में भी इधर आने के लिए कोशिश करता हूँ। ओके, बहुत अच्छा प्रोग्राम बना इधर, फैमिली मीट। मैं तो सोचा भी नहीं था ऐसा प्रोग्राम मीटिंग कर रहे हैं, ऐसा सोच रहा था। लेकिन इधर आ गए बाद में समझ में आया कि बहुत अच्छा प्रोग्राम कर रहे। फैमिली उधर, फैमिली सब कम आ रहे हैं, जस्ट मेंबर्स उधर आ रहे हैं, लेकिन इधर फैमिली सब आ रहे मिलके। ऐसा फैमिली मिलके आ गए तो बहुत अच्छा रहता है। अगर प्रेसिडेंट को भी सपोर्ट मिलते हैं, फैमिली सब आ गए तो प्रेसिडेंट को और भी काम करने के लिए अच्छा होता है। नहीं तो लेट हो गया तो घर में पूछ रहे क्या इतना लेट, किधर गए, क्यों गए, सब कुछ पूछते हैं आपको। लेकिन आप फैमिली आ गए तो फैमिली को मालूम होता है कि ये मीटिंग क्या है, मीटिंग में क्या क्या हो रहा है, सब कुछ जानकारी इधर मिलते हैं। बहुत अच्छा हो गया। हमारा ट्रेजरर साहब तो हिंदी अच्छे जानते हैं, कन्नड़ा जानते हैं, इंग्लिश जानते हैं, सब कुछ मालूम है आपको। उन्होंने रहने से इधर तक आने को बहुत इजी हो गया। नहीं होता मैं जब 10-11 बजे हो गया तो आपका प्रोग्राम पूरा खत्म होने में इधर आता था। भाई मॉर्निंग 9 o'clock इधर आने वाला था, लेकिन इतना जल्दी आके क्या करें, इसलिए मैं लेट आ गया। तो फिर भी बहुत लेट हो गया इधर आने के लिए। ओके, नेक्स्ट टाइम सही टाइम पे आने के लिए कोशिश करता हूँ। सीनियरिटी में अच्छे अच्छे प्रोग्राम इधर बनाने के। सीनियरिटी भी एक्टिव है, देखेंगे तो मालूम पड़ता है, स्माइल है, एक्टिव है और प्रोग्राम अच्छा बनाते हैं। सब लोग भी इधर हमारे स्टेज में बहुत लोग हैं, इधर नियर बहुत सारे लीजन है, सब लोग भी अच्छा काम कर रहे हैं। अभी तो 20-25 प्रोग्राम बना दिए हमारे बड़ी लीजन। ओके, 6 month में इतना प्रोग्राम बना गए। दूसरा लीजन में अभी तक इंस्टॉलेशन नहीं हो गया, इधर तो प्रोग्राम हो गया, दूसरा लीजन में प्रोग्राम नहीं हुआ, इंस्टॉलेशन हो गया। बट
मरनगढ़ी लेजेंड में अच्छा प्रोग्राम बना रहे हैं। ये बार कुंदापुर में रीजनल कॉन्फ्रेंस रहेगा कुंदापुर में संडे दिसंबर 10 में है। सैटरडे सब लोग आने का, आके उधर मुकाबे के टेम्पल विजिट करके एक दिन उधर हाल्ट होने का और दूसरे दिन संडे को प्रोग्राम अटेंड होने का। 2 days फ्री करके आ जाने का फैमिली के साथ सब लोग भी। और पीएचडी है, पीएचडी को भी मंगलूर में रहते हैं, उधर कर्नाटक को बेंगलुरु में रहते हैं, इधर केरला में आपको रहते हैं। वो प्रोग्राम में भी अटेंड करना है। न्यू लूम कोचिन में एक बना रहेगा, हाँ ओके, एक उधर बना रहे। और पीएचडी ये पीपीएफ आप सेक्रेटरी ओके, और प्रेसिडेंट और ट्रेजरर तीनों भी एक पीपीएफ देना चाहिए ओके। ये लास्ट ईयर हो गया, ये बार भी पीपीएफ 2 सेकेंड हाउस देने की भी चांस है, दे सकते हैं ओके। मेरे को मलयालम आरियल ओके, थैंक यू। बहुत अच्छा प्रोग्राम बना है, इतना दूर से आके बहुत खुश हो गया। अगर प्रोग्राम ऐसा सही नहीं रहेगा तो हमको बहुत बेहतर है। उतना दूर से आके भी कुछ भी इधर नहीं बोलते, लेकिन इधर आ गए हैं तो बहुत खुशी हो गया। ऐसा प्रोग्राम अच्छा है। नेक्स्ट फुल अवार्ड्स है ना, नेक्स्ट कॉन्फ्रेंस में, रीजनल कॉन्फ्रेंस में बेस्ट प्रेसिडेंट अवार्ड लेना, अच्छा काम करना, अच्छा नहीं करना ओके। थैंक यू सब लोग को भी। और एक बार इन्वाइट करता हूँ मुकाबे के टेम्पल कोल्लूर को आने के लिए। उधर आना है, मेरे को कॉल करो, आपको क्या अरेंजमेंट करना है सब मैं कर देता हूँ ओके। थैंक यू, थैंक यू। Benji sir for doing their address. Respected Chairman, Senior PPF Babu Jos, our beloved National Vice President, Senior Hussein Haikadi, National Coordinator Manoj Tadapura, JND, Miringodi Central Region Secretary Subhash Master, Treasurer Senior Mohandas, Senior Acting President, Senior Acting Silent Teacher, നമ്മൾ ഇന്നത്തെ ഈ നല്ല ദിവസത്തിൽ ആദരിക്കാൻ നമ്മൾ ഇവിടെ എത്തിച്ചേർന്ന അഭിനന്ദരെ, ബഹുമാന്യരായ മുരിങ്ങോടി സെൻട്രൽ റീജിയൻ കുടുംബാംഗങ്ങളെ, കൂടാതെ നമ്മളെ പേരാവൂരിൽ നിന്നും എത്തിച്ചേർന്നിട്ടുള്ള വൈസ് പ്രസിഡന്റ് KT തോമസ് ചേട്ടൻ, ഷിബിന, നല്ല ഒരു സന്തോഷത്തോടു കൂടിയാണ് ഞാനിന്ന് ഈ വേദിയിൽ നിൽക്കുക. മുരിങ്ങോടി സെൻട്രൽ റീജിയൻ രൂപീകൃതമായിട്ട് 6 മാസങ്ങളായിട്ടുള്ളെങ്കിലും ഒരു സീനിയർ ചേംബർ ഇന്റർനാഷണലിന്റെ ഒരു ആവേശമാണ് മുരിങ്ങോടി സെൻട്രൽ റീജിയൻ. കാരണം ഈ ചുരുങ്ങിയ കാലം കൊണ്ട് നല്ല പേരെടുക്കാൻ കഴിഞ്ഞ ഒരു റീജിയനാണ്. പ്രവർത്തന മികവുകൊണ്ടും പാർട്ടിസിപ്പേഷൻ കൊണ്ടും ഏത് രൂപത്തിൽ നമ്മൾ നോക്കിയാലും മുൻപന്തിയിൽ തന്നെയാണ്. ചുരുങ്ങിയ കാലം കൊണ്ട് നമുക്ക് ഇത്രയും ഊർജ്ജസ്വലമായ പ്രവർത്തനം കാഴ്ചവെച്ച മറ്റൊരു റീജിയനില്ല. ഈ പ്രവർത്തന മികവ് അങ്ങേയറ്റം എല്ലാ കാലത്തും കൊണ്ടുപോകണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ സീനിയർ ചേംബർ ഇന്റർനാഷണലിലെ എല്ലാ വർഷവും നമുക്ക്, പ്രത്യേകിച്ച് ഞാൻ കാലങ്ങളായി ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് സെക്ഷനിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മുരിങ്ങോടി സെൻട്രൽ റീജിയനിൽ നിന്ന് ഞാൻ ഇപ്പം ഒരു പ്രതീക്ഷിക്കുന്നത് ഈ വർഷം ഒരു 2 പുതിയ ലീജിയൻ സ്പോൺസറിങ് നിങ്ങൾ ചെയ്യണം. അതിന് എനിക്ക് സുഭാഷ് മാഷ് പോലെ തന്നെ ദാസേട്ടനൊക്കെ എനിക്ക് വാക്ക് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും 2 ലീജിയൻ, അത് പിന്നെ ഇന്റർനാഷണലോ ഔട്ട് ഓഫ് സ്റ്റേറ്റോ എവിടെയായാലും കുഴപ്പമില്ല. നമുക്ക് എനിക്ക് തോന്നുന്നു ദാസേട്ടന് കർണാടകയൊക്കെ ബന്ധങ്ങളുണ്ട്. അപ്പോൾ എവിടെയായാലും നമുക്ക് ലീജിയൻ സ്പോൺസർ ചെയ്യാൻ കഴിയും. അത് നമ്മുടെ ഏരിയക്ക് പുറത്താകുമ്പോൾ നമുക്ക് കൂടുതൽ കളർഫുള്ളായിട്ട് പേരെടുക്കാൻ കഴിയും. അതേപോലെ തന്നെ നമുക്ക് ഗ്രോത്ത്
എനിക്ക് തോന്നുന്നു ഇന്ന് നമ്മുടെ ബഹുമാനായ MVP ഇൻഡക്ഷൻ ഓഫീസറാണ്. അപ്പോൾ ഇൻഡക്ഷൻ ഓഫീസർ വന്ന സമയത്ത് ഒരു ഗ്രോത്ത് നമ്മൾ ചെയ്യേണ്ടതായിരുന്നു. മിനിമം 2 മെമ്പർമാരെങ്കിലും ഒന്ന് ഓർത്തെടുക്കേണ്ടതായിരുന്നു. അത് 2 മെമ്പർമാർ ചേർന്നിട്ടുണ്ട് എന്നവരോട് സുഭാഷ് മാഷ് പറഞ്ഞു. പക്ഷേ ഇന്ന് എത്തിച്ചേർന്നിട്ടില്ല. അതൊരു ചെറിയ പോരായ്മയാണ്. കാരണം നമ്മുടെ ഇൻഡക്ഷൻ, കാരണം ഇത്രയും ദൂരത്ത് നിന്ന് വരുന്ന MVP-ക്കൊക്കെ രണ്ടാമതൊരു വരവിന് അസാധ്യമാണ്. അപ്പോൾ ഇൻഡക്ഷൻ ഓഫീസർക്ക് ഇൻഡക്ട് ചെയ്യാൻ ആളെ ഇല്ലാതെ മോശമായി പോയി. അത് കുഴപ്പമില്ല. എന്തായാലും ശരി, അത് MVP ഇല്ലെങ്കിൽ ഞാനിവിടെ ഉള്ളതുകൊണ്ട് ഞാനത് മാനേജ് ചെയ്തോളാം. അത് കുഴപ്പമില്ല. ഇപ്പം എന്തായാലും ശരി, നമുക്ക് ഇന്നിപ്പം ഇന്നത്തെ നമുക്ക് ട്രെയിനിന് വരുന്ന MVP താമസിച്ചു പോയാൽ നമുക്ക് കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോഴത്തെ ട്രെയിൻ സർവീസും കാര്യമൊക്കെ അങ്ങനെയാണ്. എന്തായാലും പുള്ളി ഇത്ര ദൂരം കൂടെ എത്തിയല്ലോ. പിന്നെ അതിനുവേണ്ടി വളരെ കഷ്ടപ്പെട്ട നമ്മുടെ ഓരോ ലീജിയനിലും പല കാര്യങ്ങൾക്കും വേണ്ടി എല്ലാവരും ഒത്തൊരുമിച്ചാണ് പ്രവർത്തിക്കുന്നതെങ്കിലും അതിനുവേണ്ടി കഷ്ടപ്പെടാൻ എപ്പോഴും ഓരോരുത്തരുണ്ടാവും. എനിക്ക് തോന്നുന്നു മുരിങ്ങോട് സെൻട്രൽ ലീജിയനിൽ ആ ഒരു ഭാഗ്യം ലഭിച്ചിരിക്കുന്നത് സീനിയർ മോഹൻദാസിനാണെന്ന് തോന്നുന്നു. അദ്ദേഹത്തെ വളരെ വളരെ സ്നേഹത്തോടെ ആദരവോടെ ആ ഒരു പദവിയെ ഞാൻ അംഗീകരിക്കുകയാണ്. അല്ലെങ്കിൽ നല്ലൊരു ആശംസ, നല്ലൊരു കയ്യടി പുള്ളി കൊടുക്കാറുണ്ട്. കാരണം ഏതൊരു ലീജിയന്റെയും പ്രവർത്തനത്തില് എല്ലാവരും ഒറ്റക്കെട്ടായ പ്രവർത്തനമാണ്, കോർഡിനേഷൻ ഉണ്ടെങ്കിൽ കൂടി അതിൽ 1-2 ആൾക്കാർ എപ്പോഴും ഒരു മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്നതായിരിക്കും. അതിലൊരു തർക്കമുണ്ട്. അത് നമുക്ക് അങ്ങനെ ഒരു ഭാഗ്യം നമുക്ക് ലഭിച്ചിരിക്കുന്നത് സീനിയർ മോഹൻദാസിന്റെയാണ്. അപ്പോ എന്ന് വിചാരിച്ച് പുള്ളിയെ ഇങ്ങനെ കഷ്ടപ്പെടാൻ നമ്മൾ പാടില്ല കേട്ടോ. കാരണം ഒരു മടുപ്പ് വന്നു കഴിഞ്ഞാൽ പുള്ളി പിന്തിരിഞ്ഞാലോ. അപ്പൊ അതുകൊണ്ട് കൂട്ടായ പ്രവർത്തനം ഇനിയുള്ള എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി നമ്മൾ പരിപാടി പ്രോഗ്രാം ചാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചും കൂടി ഒരു ആലോചനയോടെ ചെയ്യണം. അപ്പൊ ഞാൻ പറഞ്ഞത് ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് MVP ഹുസൈൻ സാറ് നമ്മൾ വന്നപ്പോ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പ്രോഗ്രാം ഞാൻ ഉദ്ദേശിച്ചിരുന്നത് നമുക്ക് ഓണം സെലിബ്രേഷൻ, ഇവര് ഈ ഓണാഘോഷമൊന്നും കർണാടകയിലില്ല. അപ്പൊ ഓണം സെലിബ്രേഷൻ നമുക്ക് നാഷണൽ പ്രസിഡന്റിനെയും MVP-യോട് ക്ഷണിച്ച് ഗംഭീര പരിപാടിയാക്കാനായിരുന്നു ഞാൻ വിചാരിച്ചത്. പക്ഷെ അതിനു മുമ്പേ MVP നിങ്ങളെ വിളിക്കുകയും പുള്ളിക്ക് ഡേറ്റ് കൊടുക്കുകയും ചെയ്തു. ഞാനത് അറിയില്ല, സത്യം പറയാം. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അറിയുന്നത്. ഇനിയിപ്പോ MVP വീണ്ടും വേണം. കുഴപ്പമില്ല, പ്രോഗ്രാം നടക്കട്ടെ. നിങ്ങളൊരു ആക്റ്റീവ് ലീജിയൻ ആയതുകൊണ്ട് കാര്യങ്ങൾ എന്തായാലും ഓണാഘോഷ പരിപാടികളുണ്ട്. അത് ഫാമിലി മീറ്റ് തന്നെയാണ്. അപ്പൊ MP വരട്ടെ. MP വരുന്ന സമയം വരുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഒരു ലീജിയനെങ്കിലും ന്യൂ ലീജിയൻ എക്സ്റ്റൻഷൻ കൊടുക്കണം. അതുപോലെ തന്നെ മെമ്പർഷിപ്പ് നമ്മൾ 20 മെമ്പേഴ്സ് ഉള്ള പരിപാടി മാറ്റി മെമ്പർമാർക്ക് ഗ്രോത്ത്, നിങ്ങളുടെ ടീമിന് പറ്റുന്ന മെമ്പർമാരെ നിങ്ങളെപ്പോൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കണം. മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം. ഞാൻ അന്ന്
അറിയിക്കാം. നമ്മുടെ ഈ മുരിങ്ങോടി സെൻട്രൽ റീജിയന്റെ നെടുന്തൂണായ പ്രസിഡന്റ് ശ്രീ ബാബു ജോസ് അവരുടെ സീനിയർ ബാബു ജോസിന് ആദ്യമായി നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയ നാഷണൽ വൈസ് പ്രസിഡന്റ് ശ്രീ ഹുസൈൻ ഹൈക്കാടിന് നന്ദി അറിയിക്കുകയാണ്. എത്ര നന്ദി പറഞ്ഞാലും തീരുകയില്ല. കാരണം എത്രയോ ദൂരത്ത് നിന്നും ഇവിടെ എത്തി നമ്മളുടെ ഈ ഇത്ര താമസിച്ച ഈ പരിപാടിയിൽ പങ്കെടുത്ത് ഈ പരിപാടി വളരെ വിജയപ്രദമാക്കിയ അദ്ദേഹത്തെ ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ പറയേണ്ട ആവശ്യമില്ല, എൻ്റെ ഒരു സുഹൃത്ത് കൂടിയാണ് സീനിയർ ബെന്നി സാറ്, നാഷണൽ ഡയറക്ടർ. അദ്ദേഹത്തെയും മുരിങ്ങോടി സെൻട്രൽ റീജിയന്റെ പേരിൽ നന്ദി അറിയിക്കുകയാണ്. കൂടാതെ നമ്മളോട് തോളോട് തോൾ ചേർന്ന് എപ്പോഴും പ്രവർത്തിക്കുന്ന ശ്രീ മനോജ് താരേപ്പുര, നാഷണൽ കോർഡിനേറ്റർ, അദ്ദേഹത്തെയും ഈ ഇതിലേക്ക് നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ നെടുന്തൂണായ സെക്രട്ടറി സുഭാഷ് മാഷെ നന്ദി അറിയിക്കുകയാണ്. ട്രഷറർ മോഹൻദാസിന് പ്രത്യേകം നന്ദി. ഈ പരിപാടി ഇത്ര ഗംഭീരമാക്കിയതിൽ അദ്ദേഹത്തെ പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ സീനിയോറിറ്റി സാരി ടീച്ചറെ ഈ നന്ദി അറിയിക്കുകയാണ്. നമ്മളെ ഇവിടെ ഈ വേദിയെ ആദരിച്ച പപ്പേട്ടൻ, അതുപോലെ തന്നെ ശശാങ്കേട്ടൻ, അവരെ ഈ വേദി ധന്യമാക്കിയ അവരെ നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഒരു നല്ല രംഗപൂജ ഇവിടെ അവതരിപ്പിച്ച അനഘ, അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസം നേടി അവാർഡ് നേടിയ വിവിധ വിദ്യാർത്ഥിനികൾ, അതുപോലെ തന്നെ നമ്മളെ ഗിറ്റാർ വായിക്കുന്നതിന് വേണ്ടി ഇവിടെ ഗിറ്റാറിന്റെ അത് പറയുന്നതിന് വേണ്ടി ഇവിടെ എത്തിയ ദീപേഷ് സാറ്, പിന്നെ അതുപോലെ തന്നെ ഇവിടെ പങ്കെടുത്ത എല്ലാ ഫാമിലി മെമ്പേഴ്സിനെയും, അതുപോലെ സീനിയർ ചേംബർ മുരിങ്ങോടി സെൻട്രൽ റീജിയന്റെ പേരിൽ നന്ദി അറിയിക്കാണ്. ആരെങ്കിലും വിട്ടുപോയിരുന്നത് ക്ഷമിക്കണം. അതുപോലെ തന്നെ എപ്പോഴും നമ്മളുടെ കൂടെയുള്ള മാധ്യമം ശ്രീ KT തോമസ്, അദ്ദേഹത്തെ പ്രത്യേകം നന്ദി അറിയിക്കാണ്. ഒരിക്കൽ കൂടി എല്ലാവർക്കും മുരിങ്ങോടി സെൻട്രൽ റീജിയന്റെ പേരിൽ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.